ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് അടിപൊളി ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കുറച്ച് ഇറങ്ങാനുള്ള ഫോണുകളെ കുറിച്ചുള്ള റൂമേഴ്സും ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഫോണുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാറ്. എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അതിനു മുന്നായിട്ട് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ഫസ്റ്റ് ഓഫ് ഓൾ, റിയൽമിയുടെ നിയോ 7 ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 228 യുവാനം കണ്ടാണ് അതിന് പ്രൈസ് വരുന്നത്. അതാണ്ട് ഒരു 28-30 രൂപയ്ക്കുള്ളിൽ. ഡയമണ്ട്സിറ്റിയുടെ 9400E എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 7300 mAh ബാറ്ററി വരുന്നുണ്ട്. ഈ 9400E അത്ര മോശം ചിപ്സെറ്റ് ഒന്നും അല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഈ ചിപ്സെറ്റ് ഒരുപാട് ഫോണുകളിൽ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അത്ര മോശമല്ലാത്ത ചിപ്സെറ്റ് ആണ് കേട്ടോ. 1.5 മില്യൺ അന്തത്തു സ്കോർ വരുന്നതാണ് ഈ ഒരു ചിപ്സെറ്റ്. സോ ഈ ഒരു ഫോൺ അടുത്ത മാസത്തോടു കൂടി ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു സ്മാർട്ട് ഫോൺ കൂടി ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്, വിവോയുടെ S30 Pro Mini. സംഭവം നമ്മളെ ഇന്ത്യയിലേക്ക് റീബ്രാൻഡ് ചെയ്ത് വരാനിരിക്കുന്ന വിവോയുടെ X200 FE എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണിത്. ചെറിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഏതാണ്ട് 3499 യുവാനം കണ്ടാണ് അതിന്റെ പ്രൈസ് വരുന്നത്. ഏതാണ്ട് ഒരു 40,000-45,000 ആണ് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നമുക്കൊരു 50,000 തന്നെ പ്രതീക്ഷിക്കാം വിവോയുടെ X200 FE. ഈ മാസം ഇറങ്ങുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് മന്ത് ആവാനാണ് സാധ്യത. കാരണം ഇത് ഇത്രയും വൈകിയ സ്ഥിതിക്ക് മിക്കവാറും ജൂലൈയിലായിരിക്കും ഈ ഫോൺ ഇറങ്ങാൻ പോകുന്നത്. ഡയമണ്ട്സിറ്റി 9300+ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 50+50+8 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്. പിന്നെ 6000 mAh ബാറ്ററി, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജും ഈ ഫോൺ ഉണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നമ്മൾ നത്തിങ് ഫോൺ 3 അവരൊരു ടീസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഇപ്രാവശ്യം ഒരു ട്രാൻസ്പെറന്റ് ബാക്ക് ആയിട്ടായിരിക്കില്ല നത്തിങ് ഫോൺ 3 വരാൻ പോകുന്നതെന്ന്. അതിനെ അടിവര കിട്ടുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നത്തിങ് ഇപ്പോൾ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടിരുന്നു, RIP ഗ്ലിഫ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നത്തിങ് ഫോൺ 1ലും 2ലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഗ്ലിഫ് ലൈറ്റിന്റെ വെട്ടിംഗ് പോക്ക് ഇപ്രാവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ചെറിയ രീതിക്ക് എന്തെങ്കിലും കൊടുക്കാനേ സാധ്യതയുള്ളൂ. സോ നമുക്ക് വെയിറ്റ് ചെയ്യും. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഫോൺ ഒരു പ്രീമിയം സെഗ്മെന്റിലായിരിക്കും വരാൻ പോകുന്നത്. 80,000 ആയിരിക്കും അതിന്റെ പ്രൈസ് റേഞ്ച് എന്നാണ് പലരും പറയുന്നത്. സോ നമുക്ക് നോക്കാം. 80,000 ഒക്കെ കൊടുത്തിട്ട് നമ്മളവിടെ ആരെങ്കിലും നത്തിങ് ഫോൺ വാങ്ങുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. നിങ്ങൾ വാങ്ങുമോ? എന്തായാലും താഴെ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ iPhone 17 കുറിച്ചുള്ള റൂമേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. iPhone 17 ഇപ്രാവശ്യം വരാൻ പോകുന്നത് ഒരു പൊട്ടിക്ക് ഡിസ്പ്ലേയുടെ സൈസ് കൂടുമെന്നാണ് കേട്ടിട്ടുള്ളത്. നോർമലി വരുന്നത് 6.1 ഇഞ്ചിലാണ്. ഇപ്രാവശ്യം ഇറങ്ങാൻ പോകുന്നത് 6.3 ഇഞ്ച് വരുന്ന 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടായിരിക്കും iPhone 17, അതായത് അവരുടെ ബേസ് മോഡൽ വരാൻ പോകുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. 50,000-60,000 രൂപ മുടക്കിയിട്ട് നമ്മൾ വാങ്ങുന്ന ഐഫോണിന്റെ ഒരു ബേസ് വേരിയന്റ് അതിലിപ്പോഴും 120 Hz ഡിസ്പ്ലേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോരായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്രാവശ്യം അതിനൊരു മാറ്റം ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ഒരു ലിങ്ക് ഏതാണ്ട് കൺഫേംഡ് ആണ് കേട്ടോ. സോ നമുക്ക് വെയിറ്റ് ചെയ്യും. പിന്നെ മോട്ടോയുടെ G56 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ കൂടി ഇറങ്ങുന്നുണ്ട്. ഡയമണ്ട്സിറ്റി 7060 ആണ് യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. ഫുൾ HD+ 120 Hz 6.6 ഇഞ്ച് വരുന്ന ഒരു LCD ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഫോൺ വരാൻ പോകുന്നത്. കൂടാതെ 5200 mAh ബാറ്ററി, ഒരു 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടാവും. ഈ ഒരു ഫോൺ വരാൻ പോകുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 50,000 താഴെ ആയിരിക്കും കേട്ടോ. മറ്റൊരു ഫോൺ കൂടി ലോഞ്ച് ആയിട്ടുണ്ട്, റിയൽമിയുടെ C73 5G എന്ന് പറഞ്ഞിട്ടുള്ള 6000 mAh ബാറ്ററി ഒക്കെ വെച്ച് വരുന്ന ഒരു ഫോണാണ്. ഒരു 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ടൈറ്റ് ആയിട്ടുള്ള 10,000 ബഡ്ജറ്റുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോൺ തന്നെ ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആണ് ഗൈസ്, റിയൽമിയുടെ ഒരു പാഡ് 2ന്റെ ടീസർ വന്നിട്ടുണ്ട്. 11 ഇഞ്ച് വരുന്ന 2.5K റെസൊല്യൂഷനിലുള്ള 90 Hz ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. Helio G100 ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ്. ഇത് മാത്രമല്ല 9000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് മാത്രമല്ല 15,000 രൂപ താഴെ ആയിരിക്കും ഇത് വരാൻ പോകുന്നത് എന്നുള്ളൊരു ന്യൂസ് കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചാണ് ഇത് ഇറങ്ങുന്നതെങ്കിൽ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനൊക്കെ ഉള്ള നല്ലൊരു ഡിവൈസ് ആയിരിക്കും. പിന്നെ മറ്റൊരു ന്യൂസ് ഉള്ളത്, ഇൻസ്റ്റാഗ്രാമിന്റെ ആപ്പ് ഇനി മുതൽ ഐപാഡിലേക്കും വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഐപാഡിന്റെ വലിയ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആസ്വദിക്കാം. സോ എത്ര പേര് ഐപാഡിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുള്ളത് ഒന്ന് കണ്ടറിയേണ്ടി വരും അല്ലേ. കൂടുതൽ പേര് ഫോണിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ നമുക്ക് നോക്കാം. പിന്നെ മറ്റൊരു ന്യൂസ് പറയാനുള്ളത്, ഇന്ത്യ സ്വന്തമായിട്ടൊരു സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ടാറ്റ ഇലക്ട്രോണിക്സ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചിപ്സെറ്റിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത് ഒരു 30 നാനോമീറ്ററിന് മുകളിലായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം, നമ്മുടെ 8 3 നാനോമീറ്റർ ആണ്. നാനോമീറ്റർ എത്രത്തോളം കുറയുന്നു അത്രത്തോളം അതിന്റെ പെർഫോമൻസ് അതിഭയങ്കരമായിരിക്കും. സോ ഒരു മൊബൈലിൽ ഉപയോഗിക്കാനൊന്നും പറ്റുന്ന ചിപ്സെറ്റ് ആയിട്ട് ഇപ്പൊ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓട്ടോമൊബൈലിലോ അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്തായാലും ഇന്ത്യ സ്വന്തമായിട്ട് ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് ഇന്നത്രേ ഉള്ളൂ. ഇനിയും കൂടുതൽ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അതൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ.